Hi friends, welcome back to my channel Mission SSC and RRB. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനറൽ അവയർനെസ്സിൻ്റെ PYQs ആണ്. നമ്മൾ ഓൾറെഡി 3 ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ഫോമിലല്ല ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും മറ്റേ 3 വീഡിയോസും കണ്ടതിന് ശേഷം ഇത് കാണാം. Then first question, secularism is a feature of the Indian Constitution which means dash the state doesn't promote any religion. നമ്മുടെ സെക്യുലാരിസം എന്നുള്ള നമ്മുടെ പ്രിയാമ്പിളിലെ ഒരു വേർഡാണ് സെക്യുലാരിസം. ഈ സെക്യുലാരിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ഒരു റിലീജിയനെയും കൺസിഡർ ചെയ്യുന്നില്ല, എല്ലാ റിലീജിയൻസിനെയും ഒരേപോലെയാണ് കാണുന്നത് എന്നുള്ള മീനിങ് ആണ് ഈ സെക്യുലാരിസത്തിൽ വരുന്നത്. ദെൻ അതിൻ്റെ കീ ഫാക്ട്സ് പഠിക്കാം. നമ്മുടെ സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ദെൻ ഇൻറ്റഗ്രിറ്റി, ഫ്രട്ടേണിറ്റിയിൽ വരുന്ന ഇൻറ്റഗ്രിറ്റി, ഈ 3 വേർഡ്സ് ഏത് അമെൻമെൻറ്റിൽ കൂടിയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ 42nd അമെൻമെൻറ്റിൽ കൂടിയാണ് ഈ 3 വേർഡും പ്രിയാമ്പിളിലോട്ട് ആഡ് ചെയ്യുന്നത്. ഏത് വർഷമെന്ന് ചോദിച്ചാൽ 1976. 1976 42nd അമെൻമെൻറ്റ് ആക്റ്റിൽ കൂടിയാണ് ഈ സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ 3 ടേംസും പ്രിയാമ്പിളിലോട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ വേറൊരു പോയിന്റ് കൂടെ പറയാം. 42nd അമെൻമെൻറ്റ് ആക്റ്റിനെയാണ് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 42nd അമെൻമെൻറ്റ് ആക്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം പ്രധാനപ്പെട്ടതാണ്, അതെല്ലാം പഠിക്കാം. ദെൻ 42nd അമെൻമെൻറ്റ് ആക്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മുടെ MTS എക്സാം, അതായത് 10th ലെവൽ എക്സാമാണ് MTS എക്സാം. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇതൊരു MTSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർ ഹിന്ദി ഇൻ ദേവനഗരി സ്ക്രിപ്റ്റ് ടു ബി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗവൺമെൻറ്റിനെയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ആൾസോ നോൺ ആസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതായത് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് ഹിന്ദി ലാംഗ്വേജിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് എന്നാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 14, 1949. സെപ്റ്റംബർ 14, 1949 നമ്മുടെ ഹിന്ദിയെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് യൂണിയൻ ഓഫ് ഇന്ത്യയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. സെപ്റ്റംബർ 14, 1949 ആണ്. ഈ സെപ്റ്റംബർ 14 നമ്മൾ ഹിന്ദി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ സെപ്റ്റംബർ 14 എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസൺ ഇതാണ്. സെപ്റ്റംബർ 4 എന്തുകൊണ്ടാണ് നമ്മുടെ ഹിന്ദി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റീസൺ ഇതാണ്. അതിൻ്റെ ഒരു കീ ഫാക്റ്റ് പറയാം. ഈ ഹിന്ദി ലാംഗ്വേജിനെ അക്സെപ്റ്റ് ചെയ്യുന്ന അത് ഏത് ആർട്ടിക്കിളിലാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 343 സബ്സെഷൻ 1 പറയുന്നത് ഈ അഡോപ്ഷൻ, ഈ ഹിന്ദി ലാംഗ്വേജിൻ്റെ അഡോപ്ഷൻ ആർട്ടിക്കിൾ 343 സബ്സെഷൻ 1 കൊടുത്തിട്ടുള്ളത്. അപ്പം ദേവനഗരി സ്ക്രിപ്റ്റ് അത് ആൾസോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹിന്ദി ഇൻ ദേവനഗരി സ്ക്രിപ്റ്റ് ഏത് സ്ക്രിപ്റ്റാണെന്ന് ചോദിക്കാം. ദേവനഗരി സ്ക്രിപ്റ്റാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, The preamble of the Indian Constitution describe India as dash. അതായത് നമ്മുടെ പ്രിയാമ്പിളിൽ 5 ടേംസ് ആണുള്ളത്. സോവറീൻ, സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇത് ഈ ഓർഡറിൽ തന്നെ പഠിക്കാം. വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഈ ഓർഡർ തെറ്റിച്ച് ചോദിക്കാം, ഇതുകൊണ്ട് ഈ ഓർഡർ കറക്റ്റായിട്ട് പഠിക്കുക. സോവറീൻ, സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഡെമോക്രാറ്റിക്, ദെൻ റിപ്പബ്ലിക്. അതിൽ ഒരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതാണ് പ്രിയാമ്പിളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കറക്റ്റ് ഓപ്ഷൻ സെക്യുലാർ സ്റ്റേറ്റ് എന്നാണ്.
അതായത് യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് ചോദിക്കാം, ഫെഡറൽ സ്റ്റേറ്റ് എന്ന് ചോദിക്കാം, അതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ്. ദെൻ സെക്യുലാർ സ്റ്റേറ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ സെക്യുലാർ സ്റ്റേറ്റ് ആണ്. ദെൻ കീ ഫാക്ട്സ് പഠിക്കാം. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ എനി റിലീജിയൻ ആസ് ആൻ ഒഫീഷ്യൽ റിലീജിയൻ. നമ്മളപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പ്രിയാമ്പിൾ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിയാമ്പിളിലെ ഓരോ ടേമും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കറക്റ്റായിട്ട് പ്രിയാമ്പിൾ പഠിക്കുക. ദെൻ സെക്യുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റിലീജിയനെയും കൺസിഡർ ചെയ്യുന്നില്ല. ഒരു ഒഫീഷ്യൽ റിലീജിയനായിട്ട് നമ്മുടെ ഇന്ത്യ ഒരു റിലീജിയനെയും കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഇന്ത്യ ഈസ് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് വിത്ത് എ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. നമുക്ക് എന്താണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫോം എന്താണ്? ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ് നമുക്കുള്ളത്. അതിൽ നമ്മുടെ ഇന്ത്യയെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഈ ഓർഡർ ഒരിക്കലും തെറ്റിപ്പോയത്. കറക്റ്റായിട്ട് തന്നെ ഈ ഓർഡർ പഠിക്കുക. പ്രിയാമ്പിൾ ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിയാമ്പിളിൻ്റെ ഓരോ ടേംസും അതിൻ്റെ ഓരോ പോയിൻറ്റ്സും എടുത്തെടുത്ത് പഠിക്കണം നമ്മൾ. പ്രിയാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പൊളിറ്റിയിൽ. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് സീക്വൻസസ്, ബേർഡല്ല വേർഡാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് സീക്വൻസ് ദാറ്റ് ഹീസ് കറക്റ്റ് ആസ് പെർ ദി പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് മാറ്റി വയ്ക്കുക. മീനിങ് ഞാൻ പറഞ്ഞുതരാം. ഈ താഴെ തന്നേക്കുന്ന 2 ഓർഡറിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഓർഡർ? നമ്മളിപ്പോഴങ്ങോട്ട് പഠിച്ച് മാറിയതേ ഉള്ളൂ. സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ദി വേർഡ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലാർ വെയർ ആഡഡ് ടു ദി പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ 42nd അമെൻമെൻറ്റ് ഇൻ 1976. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതായിരുന്നു. അപ്പോഴും നമ്മൾ പ്രിയാമ്പിൾ ഈ 42nd അമെൻമെൻറ്റ് ആക്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 42nd അമെൻമെൻറ്റ് ആക്ട്, ഇത് 42nd അമെൻമെൻറ്റ് ആക്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് ആക്ട്സിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അമെൻമെൻറ്റ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് ഈ 42nd അമെൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് കറക്റ്റായിട്ട് അതിനകത്ത് കൊടുത്തേക്കുന്നതായിരിക്കും. അപ്പോൾ 42nd അമെൻമെൻറ്റിൻ്റെ വർഷവും കൂടെ ഓർത്ത് വയ്ക്കുക. 1976 42nd അമെൻമെൻറ്റ്. അപ്പോൾ 42nd അമെൻമെൻറ്റിനെ നമ്മൾ എന്ത് പറയുന്നു? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും കൂടെ പറയുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ 42nd അമെൻമെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം, അതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The next question, in which of the following year was the national anthem adopted in its Hindi version by the Constituent Assembly? അതായത് ഏത് വർഷമാണ് നമ്മുടെ ഹിന്ദി വെർഷൻ ഓഫ് നാഷണൽ ആന്തം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തെന്നാണ് ചോദിച്ചത്. 1950 January 24. ഡേറ്റ് ഓർത്ത് വെച്ചില്ലെങ്കിലും ഇയർ ഓർത്ത് വയ്ക്കാം. ഇതിനകത്ത് ഇയർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഞാൻ January 24 ആഡ് ചെയ്തതാണ്. അപ്പോൾ 1950 നമ്മുടെ നാഷണൽ ആന്തം ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതിൻ്റെ കുറച്ച് കീ ഫാക്ട്സ് പഠിക്കാം. ദി നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ ജനഗണമന വാസ് ഒറിജിനലി കമ്പോസ്ഡ് ഇൻ ബംഗാളി ബൈ രവീന്ദ്രനാഥ ടാഗോർ. നമുക്കെല്ലാം അറിയാം, കുഞ്ഞിലേ തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. നമ്മുടെ നാഷണൽ ആന്തം ബംഗാളി ലാംഗ്വേജിലാണ് ഫസ്റ്റിലെ രചിക്കപ്പെടുന്നത്. അത് ആരാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോറാണ്. ദെൻ ഭാരത് ഭാഗ്യ വിധാത, നമ്മൾ അതിനകത്തുള്ളൊരു ലൈനാണ് ഭാരത് ഭാഗ്യ വിധാത. ഭാരത ഭാഗ്യ വിധാത അതൊരു ഒറിജിനൽ ബംഗാളി ഹിമ്മാണ്, അതായത് ഒരു കീർത്തനമാണ്. 5 സ്റ്റാൻസയുള്ള ഒരു കീർത്തനമാണ് ഭാരത് ഭാഗ്യ വിധാത. അതിലെ ഫസ്റ്റ് സ്റ്റാൻസയാണ് നമ്മുടെ നാഷണൽ ആന്തമായിട്ട് എടുത്തേക്കുന്നത്.
അപ്പം ഈ ഭാരതഭാഗ്യവിധാത ഏത് വർഷമാണ് രചിക്കുന്നതെന്ന് ചോദിച്ചാൽ 1911ലാണ് നമ്മുടെ ഭാരതഭാഗ്യവിധാത രചിക്കുന്നത്. അതിൽ 5 സ്റ്റാൻസാസ് ആണുള്ളത്. അതിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻസയാണ് നമ്മുടെ നാഷണൽ ആന്തമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. ദ നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ എന്താണ്, എത്ര സെക്കൻഡാണെന്ന് ചോദിച്ചാൽ 52 സെക്കൻഡാണ് ഉള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വളരെ നന്ദിയുണ്ട്. എനിക്ക് ഒരു കമൻറ്റ് ആയാലും എനിക്കത് വളരെ വാല്യുബിളാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ കൂടി മാത്രമേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ. ഒരു കമൻറ്റ് ആണെങ്കിലും അതെനിക്ക് വളരെ വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ എഫേർട്ടിന് നിങ്ങൾ തരുന്ന ഓരോ കമൻസും ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ്.